നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സില ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കെതിരെ പോലീസ് നരനായാട്ട് നടത്തുന്നുവെന്നാരോപിച്ച് ചേർപ്പ്, പാറളം, ചാഴൂർ, അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ ബഹുജന മാർച്ച് നടത്തി. തൃശൂർ അതിരൂപത CLCയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. നവകേരള സദസ്സിലെ പണപ്പിരിവ് CBI അന്വേഷിക്കണമെന്ന് TN പ്രതാപൻ MP. വലപ്പാട്, നാട്ടിക, തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന സംയുക്ത പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. അന്തിക്കാട്, താന്യം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി KK ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കെതിരെ പോലീസ് നരനായാട്ട് നടത്തുന്നുവെന്നാരോപിച്ച് ചേർപ്പ്, പാറളം, ചാഴൂർ, അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ ബഹുജന മാർച്ച് നടത്തി. KPCC മുൻ ട്രഷറർ KK കൊച്ചു മുഹമ്മദ് ധർണ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത രൂപത്തിലുള്ള സമരങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പല പ്രതിഷേധ മാർച്ചുകളും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി കേരളം ഇന്ന് ഒരു പോർക്കളമായിരിക്കുന്നു എന്നതാണ് ഈ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും തന്നെ ദൂരദർശന്റെ മുമ്പിൽ നിന്ന് ദൃശ്യമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ പോരാട്ടം കണ്ടുകൊണ്ടിരിക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം നാം ഇത് ആത്മപരിശോധന നടത്തണം എന്നതാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരാണ് പ്രതിഷേധിക്കുന്നത്? ഇന്ന് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് കേരളത്തിൽ പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്ന യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹികളെ, കോൺഗ്രസിൻ്റെ നേതാക്കളെ ജനാധിപത്യ വിരുദ്ധമായി പോലീസ് ചില നിർദ്ദേശങ്ങൾക്ക് വിധേയമായി മർദ്ദിച്ച് ഒതുക്കുന്ന ഒരു കാഴ്ച കേരളം മുഴുവൻ കാണുമ്പോൾ അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് കേരളത്തിലുടനീളം കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി ആഹ്വാനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് KK അശോകൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KR സിദ്ധാർത്ഥൻ, ബാലുക്കനാൽ, KR ചന്ദ്രൻ, KP അനൂപ് എന്നിവർ സംസാരിച്ചു. ഷൈജു സായിറാം, ജോൺ ആന്റണി, CK വിനോദ്, M സുജിത് കുമാർ, VK വിനോദ് കുമാർ, ജോർജ് ആൻഡോ, മജീദ് മുത്തുള്ളിയാൽ, MK ഉണ്ണികൃഷ്ണൻ, സുജിഷ കള്ളിയത്ത്, CM പരമശിവൻ, അനിത ഷൈജ, സോമൻ ആത്ര, MS ഉണ്ണികൃഷ്ണൻ, MA അബുബക്കർ, KK രാമൻ, EV ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. തൃശൂർ അതിരൂപത CLCയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം ആഴമേറിയ ആത്മീയതയാവണം. കുടുംബങ്ങളിൽ മൂല്യങ്ങളെ രൂപപ്പെടുത്താൻ ആത്മീയതയ്ക്ക് സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു.
അതിരൂപത സീനിയർ CLC പ്രസിഡന്റ് AD ഷാജു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. അമ്മാടം ഇടവക വികാരി ഫാദർ ജോൺ കിടങ്ങൻ, അസിസ്റ്റന്റ് വികാരി ജിബിൻ മണിയാലിൽ, അതിരൂപത പ്രൊമോട്ടർ ഫാദർ ഫ്രൈജോ വാഴപ്പള്ളി, ജനറൽസ് കൺവീനർ ഡെന്നിസ് പെല്ലിശ്ശേരി, സെക്രട്ടറി ജേക്കബ് പുതുശ്ശേരി, ട്രഷറർ ഫ്രാൻസിസ് ജേക്കബ്, മോളി പീറ്റർ, KT സിൻഡോ എന്നിവർ സംസാരിച്ചു. ഫാദർ റോയ് വടക്കൻ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. നവകേരള സദസ്സിലെ പണപ്പിരിവ് CBI അന്വേഷിക്കണമെന്ന് TN പ്രതാപൻ MP. വലപ്പാട്, നാട്ടിക, തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന സംയുക്ത പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. കേരള പോലീസിന്റെ എല്ലാ ചട്ടവും നിയമവും ലംഘിച്ച് അംഗരക്ഷകന്മാരും അകമ്പടിക്കാരും മുഖ്യമന്ത്രിയുടെ സംരക്ഷണയിൽ അഴിഞ്ഞാടുകയാണ്. പെരുമാറ്റച്ചട്ടലംഘനം നടത്തിയവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രി തയ്യാറാകണമെന്നും TN പ്രതാപൻ MP പറഞ്ഞു. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് PI ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. DCC ഭാരവാഹികളായ K ദിലീപ് കുമാർ, അനിൽ പുളിക്കൽ, VR വിജയൻ, നൌഷാദ് ആറ്റുപുറത്ത്, ഫിറോസ് ത്രിവേണി, B ബിനു, CV വികാസ്, PM സിദ്ദിഖ്, PS സുൽഫിക്കർ, സുമേഷ് പാനാട്ടിൽ എന്നിവർ സംസാരിച്ചു. PM ശരത് കുമാർ, CG അജിത് കുമാർ, TN സുനിൽകുമാർ, TV ഷൈൻ, CR അർമുഖൻ, CS മണികണ്ഠൻ, PK നന്ദനൻ, PM അമൃതൻ ഷാ, ഗഫൂർ തളിക്കുളം, CV ഗിരി, PC ജയബാലൻ, ബിന്ദു പ്രദീപ്, രഹന ബിനീഷ്, ജയസത്യൻ, ശ്രീപിബ പ്രതീഷ് തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി. ജനങ്ങൾക്ക് പെൻഷൻ കൊടുക്കാൻ പണമില്ലാത്ത കാലത്ത്, കേരളത്തിലെ ഖജനാവിനെ പരിപൂർണമായും തകർത്ത കാലത്ത്, വാർദ്ധക്യകാല പെൻഷനും വിധവാ പെൻഷനും കർഷക തൊഴിലാളി പെൻഷനും വികലാംഗ പെൻഷനും ഉൾപ്പെടെയുള്ള ഒരു സാമൂഹ്യക്ഷേമ പെൻഷനും കൊടുക്കാൻ ഗവൺമെന്റിന്റെ കയ്യിൽ പണമില്ല. അധ്യാപകരുടെ ഉൾപ്പെടെയുള്ള ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകളുടെ ഭാഗമായിട്ടുള്ള അവരുടെ ശമ്പള കമ്മീഷന്റെ ആനുകൂല്യങ്ങൾ കൊടുക്കാൻ മാർഗമില്ല. കേരളത്തിലെ കരാറുകാർക്ക് പണം കൊടുക്കാതെ എല്ലാ വികസന പ്രവർത്തനങ്ങളും സ്തംഭിച്ചിരിക്കുകയാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതികൾക്ക് സംസ്ഥാനം കൊടുക്കേണ്ട വിഹിതം കൊടുക്കാത്തത് കൊണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതികളും കേരളത്തിൽ സ്തംഭിച്ചിരിക്കുന്നു. അന്തിക്കാട് താന്യം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി KK ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്തിക്കാട് മണ്ഡലം പ്രസിഡന്റ് KB രാജീവ് അധ്യക്ഷത വഹിച്ചു. ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുന്നവരെ പോലീസിനെയും CPIM ഗുണ്ടകളെയും ഉൾപ്പെടുത്തി അടിച്ചമർത്താമെന്ന പിണറായി വിജയന്റെ ശ്രമങ്ങൾ ഒരു ഫാസിസ്റ്റ് ഭരണാധികാരിക്ക് സമാനമാണെന്ന് DCC ജനറൽ സെക്രട്ടറി പറഞ്ഞു. KK ബാബു, ആന്റോ തൊറിയൻ, VK പ്രതീഷ്, ഷൈൻ പള്ളിപ്പറമ്പിൽ, VK മോഹനൻ, E രമേശൻ, CR രാജൻ, റസിയ ഹബീബ്, ഗീതാദാസ് എന്നിവർ സംസാരിച്ചു. പോലീസ് അല്ല ആക്ട് ചെയ്യുന്നത്. ഞങ്ങളുടെ കരിങ്കൊടിയുമായി വരുന്ന പ്രവർത്തകരെ DYFക്കാർ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചാവേർപ്പട എന്ന് പറയുന്ന ചോറ്റുപട്ടാളം എന്ന് പറയുന്ന DYFക്കാർ, അവർക്ക് മറ്റു യാതൊരു പണിയുമില്ല. കാശ് ഭരിക്കുന്നു, ചോറ് കൊണ്ട് മെഡിക്കൽ കോളേജിൽ പോകുന്നു, യൂത്ത് കോൺഗ്രസ്സുകാരെയും മർദ്ദിക്കുന്നതിന് വേണ്ടിയുള്ള ഉപകരണമാക്കി അവർ മാറ്റിയിരിക്കുന്നു. യാതൊരു കാരണമില്ലാതെ അവർ തല്ലുന്നു. നേരത്തെ രാജീവ് പറഞ്ഞ പോലെ ഭിന്നശേഷിക്കാരനായ സംസ്ഥാന സെക്രട്ടറി, രണ്ട് കാലമില്ലാത്ത ഞങ്ങളുടെ പ്രവർത്തകൻ, അദ്ദേഹം ഒരു സൈഡിൽ മാറി നിന്നുകൊണ്ട് ഈ കരിങ്കൊടി കാണിക്കുന്നു. പോലീസ് അദ്ദേഹത്തെ മാറ്റുന്നു. പോലീസ് ഉപദ്രവിക്കുന്നില്ല. പോലീസിലും നല്ലവരുണ്ട്. മഹാഭൂരിപക്ഷവും പോലീസുകാരും വലിയ വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. ഈ രാജാവ് കടന്നു പോകുമ്പോൾ മണിക്കൂറുകളാണ് റോഡിന്റെ പക്കത്ത് വെയിലത്ത് നിൽക്കുന്നത്. അവർക്കും പ്രയാസമുണ്ട്. ഞങ്ങൾ അവർ കുറ്റം പറയുന്നില്ല. അങ്ങനെ ഭിന്നശേഷിക്കാരനെ പോലീസ് പതുക്കെ പിടിച്ചു മാറ്റുമ്പോൾ കേരള സദസ്സ്, ജനക്ഷേമ സദസ്സ് എന്ന മെനിയും ധരിച്ച DYFക്കാർ ഓടി വന്ന് പിന്നീന്നും ചവിട്ടുന്നു. 5 വയസ്സുകാരി ഐഷയുടെ ഇളം കൈകളിൽ ഭദ്രമാണ് കുതിരയുടെ കടിഞ്ഞാൺ. തൃശൂർ അഴീക്കോട് സ്വദേശി കുഞ്ഞു ഐഷയുടെ കുതിരസവാരി വൈറലാവുകയാണ്. ഐഷ തൻഹ എന്ന UKG വിദ്യാർത്ഥിനിയുടെ സ്കൂളിലേക്കുള്ള യാത്രയും കുതിരപ്പുറത്താണ്. അഴീക്കോട് പുത്തൻപള്ളി ബീച്ച് റോഡിലുള്ള വീട്ടിൽ നിന്നും ഗവൺമെന്റ് UP സ്കൂളിലേക്ക് മിക്ക ദിവസങ്ങളിലും സ്വന്തം കുതിരപ്പുറത്താണ് ഈ വിദ്യാർത്ഥിനി പോകുന്നത്. ഐഷ തൻഹയുടെ ഉറ്റ ചങ്ങാതിയാണ് 4.5 വയസ്സുകാരി ഹൈറ എന്ന കുതിര. 3 മാസം പ്രായമുള്ളപ്പോഴാണ് ഐഷ ആദ്യമായി കുതിരപ്പുറത്ത് കയറിയത്.
കുതിരക്കമ്പക്കാരനായ വാപ്പ താഹിർ അഴീക്കോടാണ് ഐഷയെ കുതിരസവാരി പഠിപ്പിച്ചത്. കുഞ്ഞായിരിക്കുമ്പോൾ മുതൽക്കേ കുതിരയുമായി ഇണങ്ങിയ ഐഷ ഇപ്പോൾ യാതൊരു പേടിയുമില്ലാതെ ഹൈറയെ നിയന്ത്രിച്ച് സവാരി നടത്തുന്നുണ്ട്. കുറേ ദിവസമായി. ആരാണിത് പഠിപ്പിച്ചത്? പാപ്പ. എല്ലാതും കുതിരയുടെ പേരെന്താണ്? ഹൈറ. എന്നോട്ടാണ് ഇത് പഠിച്ചത് അറിയോ? കുറെ നാൾ മുമ്പ് എന്ന് പറഞ്ഞാൽ എത്ര നാൾ മുമ്പാണ് പഠിച്ചു തുടങ്ങിയത് അറിയോ? കുറെ നാളായി അല്ലേ? ഇഷ്ടമാണോ കുതിരപ്പുറത്ത് പോകാൻ വേണ്ടി? അങ്ങനെ പറഞ്ഞ അവർക്കൊക്കെ സന്തോഷമായില്ല, അത്ഭുതമായിട്ടുണ്ടാവില്ലേ? വാഹനത്തിരക്കേറിയ റോഡിലൂടെ ഐഷ സവാരി നടത്തുമ്പോൾ താഹിറും കൂടെയുണ്ടാകും. 10 വർഷത്തിലധികമായി താഹിർ കുതിരയെ വളർത്തുന്നുണ്ട്. നിലവിൽ ഹൈറയും ഹൈറയുടെ കുഞ്ഞ് റാംബോയും ഉൾപ്പെടെ 3 കുതിരകൾ താഹിറിന്റെ പക്കലുണ്ട്. വൈകാതെ കുതിരസവാരി പരിശീലനം ആരംഭിക്കാനുള്ള ഒരുക്കത്തിലാണ് താഹിർ. ഞാൻ ഈ റൈഡിങ് ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് വേണം അടുത്ത കുട്ടികളും ഇതേപോലെ വരാനായിട്ട്. എല്ലാവരും കുതിരനെ ഓടിക്കണം എന്നുള്ള ആഗ്രഹമാണ്. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് തന്നെ കുതിര വരും. ആ ടൈമിനൊക്കെ അവൾ പ്രാക്ടീസ് ചെയ്യാൻ കൊടുക്കാറുണ്ട്. ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ക്ലാസ്സിൽ പോകും. അങ്ങനെയൊക്കെ പോകണം ഇടയ്ക്ക്. അല്ല, ഫസ്റ്റിലെ കുതിരപ്പുറത്ത് കയറ്റില്ല. ഫസ്റ്റിലെ അതിനുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. കുതിര എങ്ങനെയാണ്, കുതിരനെ കൺട്രോൾ ചെയ്യേണ്ട എങ്ങനെയാണെന്നൊക്കെ കുതിരൻ്റെ മേലെ കയറ്റാണ്ട് തന്നെ അതിനെ പ്രാക്ടീസ് കൊടുക്കും. അത് കഴിഞ്ഞിട്ടാണ് കുതിരയുടെ പുറത്ത് നമ്മൾ കയറ്റി തുടങ്ങണത്. അപ്പോൾ എല്ലാ കുതിരയും ഒരേപോലെ ആയിരിക്കില്ല, പലതും പല ക്യാരക്ടർ ആയിക്കോളൂ. ഇത് പിന്നെ പക്ക എല്ലാ കുഴപ്പമില്ലാത്ത ഒരു കുതിരയാണ്. അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല. അവിടെ ഒരു 5-10 കൊല്ലം ഒരു 10 കൊല്ലമൊക്കെ ആയി. എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്? ആദ്യമായിട്ട് ഒരു കുതിര വാങ്ങാണ്ടായ കാരണം? എനിക്ക് ചെറുപ്പം മുതലേ കുതിരനെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആ മൈൻഡിൽ പിന്നെ പക്ഷികളോടും ഒരു വെറൈറ്റി വേണമല്ലോ, വെറൈറ്റി ആയിട്ട് ഉള്ള സംഭവങ്ങൾ, അതിനു വേണ്ടിയിട്ടാണ്. തീരമേഖലയിലെ സ്നേക്ക് റെസ്ക്യൂ പ്രവർത്തകൻ കൂടിയാണ് താഹിർ. 5 വയസ്സുകാരി ഐഷയുടെ കുതിരസവാരിയും അവളുടെ കടിഞ്ഞാൺ നിയന്ത്രണത്തിൽ അനുസരണയോടെ നടക്കുന്ന ഹൈറയും നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി മാറുകയാണ്. താന്യം ഗ്രാമപഞ്ചായത്തിലെ 5ാം വാർഡിൽ ജനപ്രതിനിധിയായി തിരഞ്ഞെടുക്കപ്പെട്ട ആൻഡോ തൊറയന്റെ തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ 3ാം വാർഷികാഘോഷം ഹൃദയത്തിൽ നിന്നും എന്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി കാരുണ്യ വൃദ്ധസദനത്തിലെ അമ്മമാർക്കും വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുമൊപ്പം കേക്ക് മുറിച്ച് ആഘോഷിച്ചു. താന്യം കൃഷിഭവൻ ഓഫീസർ രൺദീപ്, കിഴക്കുമുറി വടക്കുമുറി വില്ലേജ് ഓഫീസർ പ്രീത മോഹൻ, ADS സെക്രട്ടറി CL ജോഷി, തൊഴിലുറപ്പ് മാറ്റർമാരായ ലില്ലി ജോസ്, ഇന്ദിര ജേക്കബ്, കിസ്മത്ത് പിയൂസ് എന്നിവർ സംസാരിച്ചു. റിജു കടക്കത്തറ, ഗിരിജ കുടപ്പുള്ളി, രേണുക റിജു, കണ്ണൻ വേളക്കാട്ട്, വത്സല അശോകൻ, അംബിക ഷൺമുഖൻ എന്നിവർ നേതൃത്വം നൽകി. എല്ലാ പ്രവർത്തന മേഖലയിലും നമ്മളോടൊപ്പം നിൽക്കുന്ന തൊഴിലുറപ്പിൻ്റെ അമ്മമാർ സഹോദരിമാരാണ് നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ 3ാമത്തെ വർഷമാണ് ഇന്ന്. അപ്പോൾ ജയിച്ചു വന്നിട്ടുള്ള ഈ 3 വർഷവും നമ്മളിവിടെ അമ്മമാരോടൊപ്പമാണ് നമ്മുടെ ഈ ദിനം ആഘോഷിക്കാറ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരെയാണ്. ഇതുവരെ തന്നുള്ള സഹകരണത്തിന് ഹൃദ്യമായി നന്ദി. ഇനിയും നമുക്ക് പൂർത്തിയാക്കാനുണ്ട് ഈ ഒരു ടേം. അപ്പോൾ അതിനുള്ള എല്ലാവരുടെയും സഹകരണം ഉണ്ടാവണം എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. വയനാട്ടിൽ നിന്ന് പിടിയിലായി പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റിയ നരഭോജി കടുവയുടെ മുഖത്തെ മുറിവ് ആഴമേറിയതെന്ന് പരിശോധനയിൽ വ്യക്തമായി. മുറിവിന് 8 സെന്റിമീറ്ററോളം ആഴമുണ്ടെന്നാണ് വിലയിരുത്തൽ. വനത്തിനുള്ളിൽ കടുവകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ഉണ്ടായതാവാം മുറിവെന്നാണ് നിഗമനം. കടുവയെ ചികിത്സയ്ക്ക് വേണ്ടി മയക്കുന്നതിനുള്ള അനുമതി ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ നൽകി. വെറ്ററിനറി സർവകലാശാലയിൽ നിന്നുള്ള വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലാണ് ശസ്ത്രക്രിയ നടക്കുക. 13 വയസ്സ് പ്രായമുള്ള കടുവയെ 40 മുതൽ 60 ദിവസം വരെ പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ക്വാറന്റൈനിൽ നിർത്തും. തൃശൂർ പൂരം എക്സിബിഷനിലൂടെ ദേവസ്വങ്ങളുടെ വരുമാനം കുത്തനെ ഉയർന്നതായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഡോക്ടർ MK സുദർശനൻ. എക്സിബിഷന്റെ വരുമാനം ഉപയോഗിച്ച് പൂരം നടത്തണമെന്നാണ് കരാർ. എന്നാൽ വെടിക്കെട്ടിനും ആനയ്ക്കും കുടയ്ക്കും മേളത്തിനും വരെ സ്പോൺസർഷിപ്പ് ഉണ്ട്. കൂടാതെ ദേവസ്വങ്ങൾ പണം പിരിക്കുന്നതായും MK സുദർശനൻ പറഞ്ഞു. പൂരത്തിന്റെ ചെലവ് സംബന്ധിച്ച കണക്കുകൾ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങൾ പുറത്തുവിടണമെന്നും കോടതി നിർദ്ദേശമനുസരിച്ചാണ് എക്സിബിഷൻ തറവാടക കൂട്ടിയതെന്നും MK സുദർശനൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ആനയ്ക്ക് സ്പോൺസർഷിപ്പ് ഉണ്ട്, മേളത്തിന് സ്പോൺസർഷിപ്പ് ഉണ്ട്, വെടിക്കെട്ടിന് സ്പോൺസർഷിപ്പ് ഉണ്ട്, ഓരോ കൊടയ്ക്ക് വരെ സ്പോൺസർഷിപ്പ് ഉണ്ട്. 30 സെറ്റ് കൊട 15 വീതമുള്ള
ഇതെല്ലാത്തിനും സ്പോൺസർഷിപ്പാണ്. അപ്പൊ ചെലവെന്ന് പറഞ്ഞാൽ ഇതിലൊന്നുമില്ല. പിന്നെയുള്ള എന്താണ്, സംഭാവന പിരിക്കുന്നുണ്ട്. ബ്ലാറ്റന്റ് ആയിട്ട് ദേവസ്വത്തിന് തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ് പറഞ്ഞേക്കുന്ന ഞങ്ങൾ 1 രൂപ പോലും സംഭാവന പിരിക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ കോടതിയിൽ തെളിവെത്തിയിട്ടുണ്ട്. ഓരോ കാര്യത്തിനും സംഭാവന പിടിച്ച പലരും ജസ്റ്റിസൊക്കെ കോടതിയിൽ എത്തിയിട്ടുണ്ട്. അവരുടെ നിന്ന് തന്നെ രഹസ്യമായിട്ട് കിട്ടിയ അത് പറയാൻ പാടില്ല. എന്നാലും ഏകദേശം 1,35,00,000 അവർക്ക് സംഭാവനയായിട്ട് കിട്ടണമെന്നാണ് പറയുന്നത്. ഞാനത് അവരിൽ നിന്ന് കിട്ടിയ ഒരു വിവരം മാത്രം പറയുന്നുള്ളൂ. അത് ഞങ്ങൾക്ക് ആധികാരികതയാണ്. അപ്പോ ഈ പൂരം നടത്തുന്നതിന് വേണ്ടി ഒരു ഘടകപൂരത്തിന് 1 പൈസ പോലും ചെലവാക്കാതെ തന്നെ 1,35,00,000 രൂപ അവർക്ക് ബാക്കി വന്നേക്കുന്നത്. അതിന്റെ കൂടെയാണ് ഈ എക്സിബിഷൻ നടത്തി കിട്ടുന്ന ഈ കോടിക്കണക്കിന് രൂപ. അപ്പൊ ഈ എക്സിബിഷൻ നടത്തുന്നത് എന്തിനാണ്? എക്സിബിഷൻ നടത്തുന്നതെന്ന് പറഞ്ഞാൽ പൂരം നടത്താൻ വേണ്ടിയാണ്. അങ്ങനെയാണ് അതിന്റെ കരാറ്. എക്സിബിഷനിൽ ലഭിക്കുന്ന സംഖ്യ പൂരത്തിന് ഉപയോഗിക്കും. അപ്പൊ ആ പൈസ ഇത്രയും കാലം ലഭിച്ച സർപ്ലസ് ആയിട്ടുള്ള പൈസ, അതാ ഈ 2 വർഷമായിട്ട് മാത്രമേ സർപ്ലസ് കിട്ടിയിട്ടുള്ളൂ. അതൊരു പറഞ്ഞാൽ മതി, കണക്ക് പറഞ്ഞാൽ മതി. ഓരോ വർഷത്തെയും കണക്ക് പറയണം, എത്രയാണ് ചെലവായത്. സ്പീഡ് പോസ്റ്റ് മുഖേന ലഭിച്ച പാഴ്സലിൽ നിന്ന് 14.19 ഗ്രാം MDMA-യുമായി യുവാവിനെ വാടാനപ്പള്ളി എക്സൈസ് സംഘം അറസ്റ്റ് ചെയ്തു. കഴിമ്പ്രം സ്വദേശി നെടിയിരിപ്പിൽ വീട്ടിൽ അഖിൽ രാജിനെയാണ് എക്സൈസ് വാടാനപ്പള്ളി റേഞ്ച് ഇൻസ്പെക്ടർ SS സച്ചിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. മുക്കുപണ്ടം വെച്ച് പണം തട്ടിയ പ്രതിയെ ചാലക്കുടി പോലീസ് പിടികൂടി. പരിയാരം കുറ്റിക്കാട് സ്വദേശി 55 വയസ്സുള്ള ബെന്നി കോക്കാടനാണ് പിടിയിലായത്. മോതിരക്കണ്ണിയിലെ സ്വകാര്യ സ്ഥാപനത്തിൽ 24 ഗ്രാം മുക്കുപണ്ടം വെച്ച് 80,000 രൂപ വാങ്ങിയാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ഇയാൾ തട്ടിപ്പ് നടത്തിയത്. ചാലക്കുടി SI അഫ്സലും സംഘവുമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതി ബെന്നി കോക്കാടൻ ചാലക്കുടി വെള്ളിക്കുളങ്ങര പ്രദേശങ്ങളിലായി കൊലപാതക കേസ് ഉൾപ്പെടെ 11ഓളം കേസുകളിൽ പ്രതിയാണ്. ഈ അടുത്താണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങിയത്. ജാമ്യത്തിനിറങ്ങി മുക്കുപണ്ടം പണയം വെച്ച കേസിലും പിടിക്കപ്പെടുകയായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. പോലീസ് ഉദ്യോഗസ്ഥരായ ജോൺസൺ, ബൈജു, റെജി എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 5,775 രൂപ, പവന് 46,200 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്കെതിരെ പോലീസ് നരനായാട്ട് നടത്തുന്നുവെന്നാരോപിച്ച് ചേർപ്പ്, പാറളം, ചാഴൂർ, അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ ബഹുജന മാർച്ച് നടത്തി. തൃശൂർ അതിരൂപത CLCയുടെ നേതൃത്വത്തിൽ കുടുംബസംഗമം സംഘടിപ്പിച്ചു. അതിരൂപത സഹായ മെത്രാൻമാർ ടോണി നീലങ്കാവിൽ കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. നവകേരള സദസ്സിലെ പണപ്പിരിവ് CBI അന്വേഷിക്കണമെന്ന് TN പ്രതാപൻ MP. വലപ്പാട്, നാട്ടിക, തളിക്കുളം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ നടന്ന സംയുക്ത പോലീസ് സ്റ്റേഷൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MP. അന്തിക്കാട്, താന്യം മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അന്തിക്കാട് പോലീസ് സ്റ്റേഷനിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തി. DCC ജനറൽ സെക്രട്ടറി KK ബാബു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.